രതീഷ് സാർ, ഇപ്പോൾ മലയാള സിനിമയിൽ അധികം ഈ ഹൈജാക്ക് മൂവീസ് അധികം ഇല്ല. പണ്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് തന്നെ മൂന്നാം മുറ, ദൗത്യം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വ്യത്യസ്തമാവണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഹൈജാക്ക് എടുത്തത്, അതോ അതിനോട് ഇൻട്രസ്റ്റ്? അല്ല, ഹൈജാക്കിംഗ് പോലെ അല്ല ആക്ച്വലി. ഇത് വേറൊരു നമ്മളിതുവരെ കേൾക്കാത്ത പുതിയൊരു പ്രമേയം നമ്മുടെ സിനിമയ്ക്കകത്തുണ്ട്. ഇതൊരു ഇൻസ്പയർഡ് ട്രൂ ഇവൻറ്റ്സ് ആണ്. എന്നാൽ ഒരു എന്താ പറയുക, അത് തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൊമെൻ്റാണ്. ഞാനത് അത് ഡയറക്ടർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് നാളെ ഒരു അത് നെഗറ്റീവ്ലിയും നമുക്ക് ബാക്ക് ഫയർ ചെയ്യാൻ പാടില്ല എന്ന് പറയില്ലേ. പക്ഷേ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ഒരു സിനിമയായിരിക്കും, ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആകണം എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഈ സിനിമയിൽ പൊതുവെ എന്തെങ്കിലും ഇൻ്റർനാഷണൽ റെഫറൻസ് അങ്ങനെ വല്ലതും ഉണ്ട്? സാധാരണ ഹോളിവുഡ് ലെവലിലാണ് ഇതിപ്പോൾ പോസ്റ്ററിൽ ഇറക്കി. അല്ല, നമ്മുടെ ഇന്ത്യൻ സിനിമ തന്നെ അങ്ങനെയല്ലേ. നമ്മൾ കാണുന്ന സിനിമകളെല്ലാം തന്നെ ഇൻ്റർനാഷണൽ ആദ്യം ഉണ്ടായ സ്ഥലങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണല്ലോ പലതും ട്രീറ്റ്മെൻറ്റുകളും ടെക്നോളജി ആയാലും ഒക്കെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ചൊക്കെ അഡാപ്റ്റ് ചെയ്യും. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എനിക്കിപ്പോൾ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഒരുപാട് മൂവീസ് ഉണ്ട് അങ്ങനെ. അത് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് ആക്ട് ഓഫ് വാലർ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. സോ ആ ഒരു ജോണറിൽ ഇപ്പോൾ സ്പെഷ്യൽ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയുണ്ട്. അത് സ്പെഷ്യൽ ഫോഴ്സസ് എന്ന് പറഞ്ഞിട്ട് നിറയെ മൂവികളുണ്ട്. അതിലൊരു ഫ്രഞ്ച് ബേസ്ഡ് ഒരു മൂവിയുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനത്തെ സിനിമ ചെയ്യാനും ഈ ഒരു കൈൻഡ് ഓഫ് മേക്കിങ്ങും അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് നമ്മുടെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ട്രൈ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹവും. ഇത് ആഗ്രഹങ്ങളാണല്ലോ. ഈ ഒരു സിനിമ നന്നായി വന്നാൽ മാത്രമാണ് എനിക്ക് ആ പ്ലാറ്റ്ഫോം എൻ്റെ മുമ്പിൽ ഓപ്പൺ ആവുള്ളൂ. നാളെ ഇനി അങ്ങനെ ഒരു മൂവി ചെയ്യണമെങ്കിൽ ഇത് ഞാൻ നന്നായി ചെയ്യണം. ഈ മൂവി ചെയ്താൽ എനിക്ക് ഈ പറഞ്ഞ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഡ്രീമിനനുസരിച്ചിട്ടുള്ള സിനിമകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് പിന്നെ കിട്ടും. രതീഷ് സാറ് മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മ്യൂസിക്കാണ് കറക്റ്റായിട്ട് നോക്കുക. അത് മിക്ക ഡയറക്ടർമാർക്കും മ്യൂസിക് എലവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു സിനിമ താഴ്ന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ അതുപോലെ സൗണ്ടിനും മ്യൂസിക്കിനും നല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ സംവിധാനം മാത്രമാണോ? സൗണ്ടിനും മ്യൂസിക്കിനും നല്ല പ്രാധാന്യമുണ്ട്. കാരണം ഏതൊരു സിനിമയും നമ്മളെ സീറ്റഡ് ത്രില്ലർ, അത് സ്ലോ പേസിലുള്ള സിനിമയായാലും ശരി, ഏത് സിനിമയുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിലും മ്യൂസിക് നന്നാവണം. അതിൻ്റെ ബെസ്റ്റ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യും. ഇതിൽ നായകൻ്റെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഓപ്പറേഷൻ്റെ കഥ മാത്രമാണോ അതോ പാസ്റ്റ് ലൈഫ്, അവരുടെ പേഴ്സണൽ ലൈഫ് അങ്ങനെയൊക്കെ? നായകൻ്റെ പേഴ്സണൽ ലൈഫല്ല, ഇന്ത്യ എന്ന രാജ്യത്ത് നടന്ന ഒരു ഇവൻ്റാണ്. അതിൻ്റെ ഒരു ഇൻസ്പയർഡ് പോർഷനെ അഡോപ്റ്റ് ചെയ്തിട്ട് അതിലേക്കൊരു സിനിമാറ്റിക് എലമെൻറ്റ്സ് കൊണ്ടുവന്ന് അതിന് സിനിമയായിട്ടാണ്. ഇത് പ്യൂർലി സിനിമയായിട്ടാണ്, അല്ലാതെ ഒരു നടന്ന ഇവൻറ്റിന് അങ്ങനെ തന്നെ ചെയ്യല്ല. പക്ഷേ അല്ലാതെ നായകൻ അങ്ങനെയല്ല. ഇപ്പം നമ്മളൊരു വോർ നടക്കുമ്പോൾ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ലല്ലോ, ഒരു രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ സിനിമ പറയുന്നതും ഇന്ത്യയുടെ ഒരു പ്രശ്നമായിരിക്കും, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു വിഷയമായിരിക്കും. എന്തായാലും ഫസ്റ്റ് പടമാണ്, ഇതിനു മുമ്പ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബിഗ് ബഡ്ജറ്റ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണോ അതോ എഴുതുമ്പോൾ വന്ന എലമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ പ്രൊഡക്ഷൻ ഹൗസിൽ പിച്ച് ചെയ്യായിരുന്നു. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൽ വന്നതിന് ശേഷം ഗുഡ്വില്ലാണ് തീരുമാനിക്കുന്നത് ഇത് ഈ ഒരു ലെവലിൽ ട്രീറ്റ് ചെയ്യാം, ഇങ്ങനത്തെ ഒരു സ്കെയിലിൽ കൊണ്ടുവരാം, ഇതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് അത് നന്നായിരിക്കും, ഇതൊരു ചെറിയ രീതിയിൽ ഒതുക്കി ചെയ്താൽ ചിലപ്പോൾ അത് വർക്കൗട്ട് ആവാൻ സാധ്യത കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള